നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മുന്നേയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇട്ടിരുന്നത് പെർമനന്റ് മേക്കപ്പിന്റെ കുറച്ച് വീഡിയോസ് ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ശരീര സൗന്ദര്യത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരഭാരം നമ്മളുടെ പൊക്കത്തിനനുസരിച്ച് നിലനിർത്തുക എന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നമ്മളുടെ വണ്ണം എങ്ങനെ കുറച്ചെടുക്കാം, ബോഡി വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ എന്റെ തന്നെ വീഡിയോസ്, ഒരു 3 വർഷം മുന്നേ ഉള്ള വീഡിയോസും ഇപ്പൊ ഞാനിരുന്ന വീഡിയോസും നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ മതി. അതിൽ എനിക്ക് വന്നൊരു ചേഞ്ച് ഉണ്ട്. അതിൽ ഞാൻ എനിക്ക് ഫോളോ ചെയ്ത് വർക്ക്ഔട്ട് ആയ കുറച്ച് ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ പറയുമ്പോൾ അത് ഓർഡറിൽ തന്നെ പോകണം. എന്തുകൊണ്ടാണ് നമ്മൾ ശരീരഭാരം കുറച്ചെടുക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഒബീസ് ആയിരിക്കുമ്പോൾ, നമുക്കൊരു പൊണ്ണത്തടി ഉള്ളപ്പോൾ കുറെ റിസ്ക് ഉണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, സ്ട്രോക്ക് വരാം, അതുപോലെ ഡയബറ്റീസ്, ഇതൊന്നും അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് വളരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഹൈ റിസ്ക് കാറ്റഗറി ഡെഡ്ലി ഡിസീസസ് കുറെ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി വെയിറ്റിനെ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് നിലനിർത്താൻ നോക്കണം. ഞാൻ അതിൽ സക്സസ് ആയിട്ടില്ല, ഇനി കുറച്ചുകൂടെ എനിക്ക് റെഡ്യൂസ് ചെയ്യാനുണ്ട്. എന്നാൽ കൂടി ഇത്രയും നാളും കൊണ്ട് എനിക്ക് വർക്ക്ഔട്ട് ആയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതില് ഒന്നാമതായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി. ഭക്ഷണത്തിന്റെ ആ ഒരു മൊത്തത്തില് എന്ത് ഭക്ഷണം കഴിക്കുന്നു, എത്ര അളവ് കഴിക്കുന്നു, ഏത് സമയത്ത് കഴിക്കുന്നു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ കാലത്തെ കുറച്ച് ഡയറ്റുകൾ അറിയാം അല്ലെ? നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ട്, കീറ്റോ ഡയറ്റ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡയറ്റ് പ്ലാൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ട്. ഇതില് എല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് നല്ല വണ്ണം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഏറ്റവും കാര്യം ഭക്ഷണം കഴിക്കാതിരുന്നാൽ അത്രയും നല്ലത്. അപ്പൊ അതാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചുരുങ്ങിയത് ഒരു 14 മണിക്കൂർ ഇടവേള ഇട്ടിട്ട് ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കുക. അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഈ വൈകുന്നേരത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിച്ചാൽ, ഞാൻ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു 6 മണി 7 മണിക്ക് മുന്നേ കഴിക്കുവാണ്. അതുപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഇച്ചിരി വൈകി കഴിക്കണം. അപ്പൊ നല്ലൊരു ഇന്റർവെൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വിശന്നിരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇത് ചെയ്യാം. അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ രാവിലെ എണീറ്റിട്ട് ആ ഭക്ഷണം കുറച്ച് ഇച്ചിരി കൂടെ വൈകി കഴിക്കുവാണെങ്കിൽ നല്ലൊരു ഇന്റർവെല്ല് നമ്മൾ ഫുഡ് ഇല്ലാത്തൊരു പീരീഡ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് നന്നായിട്ട് ഗുണം ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ഒരു ഫാസ്റ്റിങ്ങിന്റെ ഇഫക്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ അത് ഒരു ടിപ്പാണ്. ഈ രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണോ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളികൾ എന്നല്ല, നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം എന്താ? ചോറ് നന്നായിട്ട് കഴിക്കും. കാർബോഹൈഡ്രേറ്റ്, ഗോതമ്പ്, ചപ്പാത്തി, ഇങ്ങനെയുള്ള ധാന്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ കഴിക്കണ്ടെന്നല്ല പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ പ്രോട്ടീൻ, അതുപോലെ ഫൈബർ ഒത്തിരിയുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മുട്ട, മീൻ, പാൽ, അങ്ങനെ സമീകൃതമായിട്ട് എല്ലാ ആഹാരവും എടുത്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റിൽ വെക്കുവാണെങ്കിൽ ചോറുണ്ടാവണം. ചോറിന്റെ അളവ് വളരെ കുറയ്ക്കുക. കറികളുടെയൊക്കെ അളവ് കൂട്ടിയിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അതുപോലെ ഫിഷ്, ചിക്കൻ, പാൽ, തൈര്, മുട്ട, ഇങ്ങനെ സമീകൃതമായ ആഹാരം നമ്മൾ കഴിക്കുക. അപ്പോൾ ചോറിന്റെ അളവ്, ധാന്യത്തിന്റെ അളവ് തീരെ ഒന്ന് കുറച്ചു കൊടുക്കാനാണ് രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറയുന്നത്. 2 കാര്യങ്ങളായി. ഒന്നാമത് പറഞ്ഞ എന്താണ്, നമ്മൾ ഒരു ഇന്റർവെൽ ഗ്യാപ്പ് എടുക്കാൻ പറ്റുമെങ്കിൽ, എല്ലാവർക്കും പറ്റണമെന്നില്ല, ഒരു 10 hours മേലെയൊക്കെ നമുക്കൊരു ഭക്ഷണം കഴിക്കാത്ത ഒരു പീരീഡ് ഉണ്ടാക്കുവാണെങ്കിൽ അത് നമ്മുടെ ഫാറ്റ് ചുരുക്കാനായിട്ട് ഒത്തിരി സഹായിക്കും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് പിടിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് ഷുഗർ. നമ്മളൊരു മാസമെങ്കിലും ഷുഗർ ഒന്ന് തീർത്തും ഒഴിവാക്കുവാണെങ്കിൽ അത്രയും സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യാം. ഷുഗർ മാറ്റുന്നത് ഇതിന് മാത്രമല്ല, വേറെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ ചായ ആണെങ്കിലും നമ്മൾ ഗ്രീൻ ടീ ഉപയോഗിക്കാം ഷുഗർ ഇല്ലാണ്ട്. അപ്പൊ ഇനി ഷുഗർ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചക്കരയൊക്കെ ഉപയോഗിക്കാം. ഒത്തിരി പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഉപയോഗിക്കാതെ പകരം ചക്കരയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കഴിക്കാനുള്ള ആഗ്രഹവും മാറി കിട്ടും. എന്നാൽ ഷുഗറിൻ്റെതായ സൈഡ് ഇഫക്റ്റ് ഇല്ല. അപ്പൊ അത് മൂന്നാമതായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് ഷുഗർ കുറയ്ക്കുക. ഇനി നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മളുടെ ഇൻഡസ്റ്റൈനില്, നമുക്ക് കുടലില് നല്ല ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ ഉണ്ട്. നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള നല്ല ബാക്ടീരിയയുടെ എമൗണ്ട് കൂട്ടിയെടുക്കുക. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ബെസ്റ്റ് സാധനമാണ് കേർഡ്. നമ്മൾ തൈര് കുടിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഇൻഡസ്റ്റൈനിലെ നല്ല ബാക്ടീരിയ, നമുക്ക് ശരീരത്തിൽ വേണ്ട ബാക്ടീരിയയുടെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് നമുക്ക് തൈര് കുടിക്കാം.
ഇപ്പൊ ഭക്ഷണത്തിൽ ഡെയിലി ഒരല്പം ഒരു കപ്പ് തൈര് കുടിക്കുവാണെങ്കിൽ, സംഭാരമൊക്കെ കുടിക്കുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, ഫാസ്റ്റ് ചെയ്യാനുള്ള സമയം കുറച്ച് ഇന്റർവെല്ലിൽ ഇടുക, പിന്നെ തൈര്, നല്ല ബാക്ടീരിയ എടുക്കുക. ഇനി അടുത്ത കാര്യം ഭക്ഷണത്തിന്റെ അളവ് നമുക്ക് കാലോറി നോക്കിയിട്ട് കഴിക്കാം. അപ്പൊ അതിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്, അതായത് ടോട്ടൽ ഡെയിലി എനർജി എക്സ്പെൻഡിച്ചർ, TDEE. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിങ്ങളൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അതായത് ഡെയിലി നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും. നമ്മുടെ ജോലി എങ്ങനെയാണോ, ഒത്തിരി അധ്വാനമുള്ള ലൈഫ് സ്റ്റൈൽ ആണോ, അതോ ഡെയിലി ഓഫീസ് വർക്ക്, നമ്മൾ ഇരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മറ്റ് ഫിസിക്കൽ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരുടെ അത്രയും എനർജി നമുക്ക് ആവശ്യമില്ല. അപ്പൊ നമ്മൾ കാലോറി അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ നമ്മുടെ എക്സസൈസ് എത്ര കണ്ട് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 2400 കാലോറിയാണ് ഡെയിലി വേണ്ടതെന്നിരിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അല്പം ഒബീസ് ആണെങ്കിൽ അതിൽ കുറച്ച് കഴിക്കുക. ഒരു 2000 അല്ലെങ്കിൽ ഒരു 300 കാലോറി കുറച്ച് കഴിക്കുവാണെങ്കിൽ എന്ത് ബെനിഫിറ്റ് എനിക്ക് അവിടെ കിട്ടും? എനിക്ക് ആ ഒരു അത്രയും കുറഞ്ഞ അളവ് വരുമ്പോഴേക്കും എന്റെ ബോഡിയിൽ ഫാറ്റ് കുറച്ച് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. എക്സ്ട്രാ വന്ന കാലോറി എല്ലാം ഞാൻ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് വന്ന എമൗണ്ട് ഫാറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഈ ഫാറ്റിനെ ഉരുകാനായിട്ട്, മെൽറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. എന്ത് ചെയ്യാം? ഭക്ഷണത്തിലെ കാലോറി കുറച്ച്, നമുക്ക് ഡെയിലി വേണ്ടതിലും അളവ് കുറച്ച് നാൾ പോവുക. ഇതൊരു ടിപ്പാണ്. ഇനി അടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സസൈസ്, അതുപോലെ നടക്കുക, പിന്നെ യോഗ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ലോസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ കൂടി എന്റെ അനുഭവത്തിൽ ഞാൻ പറയുവാണ്, 75% നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഏത് ക്വാളിറ്റി ഫുഡ് കഴിക്കുന്നോ, എത്ര അളവ് കഴിക്കുന്നോ, എത്ര സമയം കഴിക്കുന്നോ, ഇതാണ് 75%ഉം ഏറ്റവും കൂടുതൽ നമുക്ക് ബോഡി വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു 25% എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ബാക്കി എക്സസൈസും കാര്യങ്ങളും. മെയിൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഇനി അടുത്തൊരു ടിപ്പുള്ളതാണ്, നമ്മുടെ ന്യൂറോൺസ് ആണ് നമുക്ക് ഈ ഒരു ലൈപ്പേസ് എന്ന എൻസൈം, അതാണ് നമുക്ക് ഈ ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ റിലീസ് ആവണമെങ്കിൽ നമുക്ക് വേണ്ട സാധനം എന്താണ്? നമ്മുടെ നെർവ്സ് സ്റ്റിമുലേറ്റ് ആവണം. നെർവ്സിനെ സംബന്ധിച്ച് ന്യൂറോണിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് omega-3 ഫാറ്റി ആസിഡ്. ഇപ്പൊ നമ്മൾ ഈ വെയിറ്റ് ലോസിന്റെ വീഡിയോസ് കാണുമ്പോൾ മിക്കവരും ഈ omega-3 ഫാറ്റി ആസിഡിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ മനസ്സിലായല്ലോ, നമ്മുടെ നെർവ്സിനെ ഏറ്റവും വേണ്ട ഒരു സാധനമാണ് ഈ omega-3 ഫാറ്റി ആസിഡ്, നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നടക്കുന്നത്. നമ്മുടെ നെർവ്സ് സ്റ്റിമുലേറ്റ് ആവും. അതിന് എന്ത് ചെയ്യാം? omega-3 ഫാറ്റി ആസിഡ് ഏറ്റവും ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. വാൾനട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിക്ക വീഡിയോസിൽ ഇപ്പൊ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു 30 ഗ്രാംസ് എന്ന് വെച്ചാൽ ഒരു 10 വാൾനട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഡെയിലി കഴിക്കാം. അത് നമ്മുടെ നെർവിന്റെ ഹെൽത്തിന് ഒത്തിരി സഹായം ചെയ്യും. ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ തൈറോയിഡിന്റെ അസുഖം ഉള്ളവരാണെങ്കിൽ തൈറോയിഡിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സെലീനിയം. ഈ സെലീനിയം അടങ്ങിയ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ എഗ്ഗിലുണ്ട്, അതുപോലെ എന്താ പറയുക, തൈര്, പാല്, അതുപോലെ സാൽമൺ, ഇങ്ങനെയുള്ള ഫിഷിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കണ്ടന്റ് സെലീനിയം അടങ്ങിയ, അതുപോലെ തന്നെ ഒരു സീഡ് തന്നെയുണ്ട്. ഇതെല്ലാം കഴിക്കുവാണെങ്കിൽ നമുക്ക് സെലീനിയത്തിന്റെ അളവ് കൂട്ടിയെടുക്കാം. അപ്പൊ തൈറോയിഡിനെ ബാലൻസ് ആയിട്ട് നിർത്താനായിട്ട് നമുക്ക് അതിൽ സഹായിക്കും. ഈ omega-3 ഫാറ്റി ആസിഡ്, അതുപോലെ സെലീനിയം, ഈ രണ്ട് കണ്ടന്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഉറക്കം. നമ്മൾ ഉറങ്ങുന്നില്ല എങ്കിൽ നമുക്ക് ബോഡി വെയിറ്റ് കൂടാനായിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട്. മിനിമം ഒരു 7 to 8 hours നമ്മൾ രാത്രി ഉറങ്ങിയിരിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി സമയം ഫോണിൽ ചെലവഴിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, നമ്മുടെ ആ ബ്ലൂ ലൈറ്റ്, ഫോണിന്റെ ബ്ലൂ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറക്കം കിട്ടത്തില്ല. ഈ ഉറക്കമില്ലായ്മയും എന്തിന് കാരണമാണ്? നമ്മുടെ ബോഡി വെയിറ്റ് കൂടാനായിട്ട്, വണ്ണം കൂടാനായിട്ട് കാരണമാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഫോൺ മാറ്റി വെക്കുക. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫോണിന്റെ ലൈറ്റ് ചേഞ്ച് ചെയ്യുക, നൈറ്റ് മോഡൊക്കെ ഇടുക, റെഡ് ലൈറ്റ് കൂട്ടിയിട്ടിട്ട് ഫോൺ യൂസ് ചെയ്യാം. പിന്നെ ഞാനിപ്പോ ഒരു ഫീഡിംഗ് ഒക്കെ ഉള്ള അമ്മയായിട്ട് എനിക്കറിയാം, രാത്രി നമ്മൾ അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് രാത്രി എണീറ്റെന്നിരിക്കട്ടെ, നമ്മൾ സമയം നോക്കാനായിട്ട് ഉടനെ ഫോൺ എടുക്കും. നമ്മൾ ഒരിക്കലും രാത്രിയിൽ ഉറക്കത്തിൽ ഇടയ്ക്ക് എണീച്ചാൽ ഫോൺ എടുക്കാണ്ടിരിക്കുക. പകരം നമ്മളൊരു ക്ലോക്കോ അല്ലെങ്കിൽ ടൈംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നോക്കി സമയം നോക്കി എത്രയായിരുന്നു. അല്ലെങ്കിൽ ഫോൺ എടുത്താലും വീണ്ടും നമ്മൾ ഫോണിൽ ഇരിക്കും, അല്ലെങ്കിൽ ആ ഫോൺ ലൈറ്റ് മൂലം നമുക്ക് പിന്നീട് ഉറക്കം കിട്ടണമെന്നില്ല. ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കാം.
കുറഞ്ഞത് ഒരു 7 മണിക്കൂർ 6 to 8 hours എങ്കിലും ഉറങ്ങിയിരിക്കുക. അപ്പൊ നന്നായിട്ട് ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ഈ നേഴ്സിന് വളരെ നല്ലതാണ്. നമ്മുടെ ഈ ഫാറ്റ് ബേൺ ചെയ്യാനുള്ള സ്റ്റിമുലേഷൻ എവിടെ നിന്നാണ്, നെർവിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഉറക്കം. അപ്പൊ നല്ല രീതിയിൽ നല്ലൊരു സ്ലീപ്പ് പാറ്റേൺ നമുക്ക് ഉണ്ടാവുക. ഇനി അടുത്തൊരു കാര്യം പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്ട്രെസ് അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ സ്ട്രെസ്. നമ്മളൊരു 12 hours മേലെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു സ്ട്രെസ്സും നമുക്ക് ഈ ബോഡി വെയിറ്റ് കൂട്ടാനുള്ള കാരണമാണ്. അപ്പൊ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക, നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കുറച്ചെടുക്കാനായിട്ട് എക്സസൈസോ യോഗയോ അല്ലെങ്കിൽ അതിന് വേണ്ട കുറച്ച് നടപടിയൊക്കെ ഉണ്ടാവും. സ്ട്രെസ് കൂടുമ്പോൾ ചിലരുണ്ട് ഈ ഒരു സ്ട്രെസ് ഓവർകം ചെയ്യാനായിട്ട് സമയമൊന്നുമില്ല, നമ്മൾ കുറച്ച് മധുരം കൂടുതൽ കഴിക്കുന്ന രീതി, ചോക്ലേറ്റ് കഴിക്കുക, അല്ല ഐസ്ക്രീം വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് ഫുഡ് കഴിക്കുക. ചിലർക്ക് ടെൻഷൻ വന്നാൽ ഫുഡ് കഴിക്കില്ല, നേരെ മറിച്ച് ചിലർക്കാണെങ്കിൽ മറ്റു ചിലര് ഒത്തിരി ഭക്ഷണം അങ്ങ് കഴിക്കും. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ സ്ട്രെസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക. നല്ല ലൈഫ് സ്റ്റൈലും നല്ല രീതിയിൽ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ സ്ട്രെസ് താനെ കുറഞ്ഞോളും. അതുപോലെ ഉറക്കം, പിന്നീട് എന്താണ് നമ്മുടെ എക്സർസൈസ്, യോഗ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് ക്രമീകരിക്കുക, ഭക്ഷണം നല്ല ക്വാളിറ്റി ഫുഡ് എടുക്കുക, അതുപോലെ സമയമെടുത്ത് ചവച്ചരച്ച് കഴിക്കുക. ഇനി എല്ലാറ്റിലും ഉപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. ഹൈഡ്രേറ്റഡ് എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഉണ്ടായിരിക്കും, ജലാംശം ഒത്തിരി ഉണ്ടാവും, ധാരാളം വെള്ളം കുടിക്കുക. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ കഴിക്കാത്ത ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കണം. അപ്പൊ അതാണ് ഏറ്റവും അവസാനമായിട്ടുള്ള അഡ്വൈസ്. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് ഷോക്കിംഗ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കുറച്ചെടുക്കാം. നമ്മുടെ അപ്പിയറൻസിന് മെയിൻ ആയിട്ട് വരുന്ന നമ്മുടെ ഏജ് കുറച്ച് കാണിക്കും. നമ്മുടെ ബോഡി വെയിറ്റ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ഏജ് ഒരു 10 വർഷം നേരെ കുറയും. അതുപോലെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടാൻ, നമ്മുടെ സെൽഫ് ലവ്, അതുപോലെ ആത്മവിശ്വാസമൊക്കെ കൂടാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും വർക്കൗട്ടും അതുപോലെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ട് കറക്റ്റ് ബോഡി വെയിറ്റിലേക്ക് എത്തുക. അപ്പൊ ഞാൻ അതിന്റെ ശ്രമത്തിലാണ്, ഇപ്പോഴും എത്തിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഡിഫറൻസ്. അപ്പൊ അതാണ് ഇനി അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞത്. നമ്മളൊന്ന് കുറച്ചെടുത്ത് നല്ല രീതിയിൽ എത്തിയാൽ പിന്നെ വേണ്ട മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ നന്നായിട്ട് കുറഞ്ഞു വന്ന വണ്ണം പിന്നെ കുറച്ച് നാളുകൾ 2-3 ആഴ്ച നമ്മൾ നന്നായിട്ട് ഫുഡ് ഇടി, നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഡിസോർഡർ ആയെങ്കിൽ വീണ്ടും നമുക്ക് വണ്ണം വരാം. അപ്പൊ അതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. വണ്ണം കുറച്ചെടുക്കുക മാത്രമല്ല അതിൽ നിലനിൽക്കുക, അത് മുന്നോട്ട് അതേ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച്, അതുപോലെ പെർമനന്റ് മേക്കപ്പിൽ ഞാൻ പറഞ്ഞ പോലെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് നമുക്ക് ഏത് വയസ്സിലും ഇരിക്കാം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരഭാരം. അത് നമ്മുടെ BMI ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചിട്ട് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നിലനിർത്തിയെടുക്കുക. മറ്റു അസുഖങ്ങൾ വരാണ്ടിരിക്കാനും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.